بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إليك يا رب قد وجهت حاجاتي وجئت بك يا ربي بروضاتي. أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ,
പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും മരണപ്പെടുന്ന സമയം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ എന്തുകൊണ്ട് സംഘടിപ്പിക്കേണ്ടി വന്നു എന്നതിനെ സംബന്ധിച്ച് ആമുഖ ഭാഷണത്തിൽ നിങ്ങൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതമായ ഇസ്ലാം, അത് പ്രവാചകന്മാർ മനുഷ്യ സമുദായത്തിന് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത മതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പുതിയ പ്രസ്ഥാനമല്ല ഇസ്ലാം. മറിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുമ്പോൾ ആദം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകമാണ്, ഭൂമിയിലേക്ക് എന്റെ മാർഗദർശനം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ആ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നുവോ അവർ ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ടതില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകരിലൂടെ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സമയങ്ങളിൽ, വിവിധ സമൂഹങ്ങളിലായി പ്രവാചകന്മാർ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയവും ആദർശവും പഠിപ്പിച്ചു കൊടുക്കുവാൻ വന്നുകൊണ്ടേയിരുന്നു. അതിന്റെ പൂർത്തീകരണമായി കടന്നു വന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശോധിക്കുമ്പോൾ ഏകദേശം 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയവുമായി കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ അന്നുവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിന്റെ മുഴുവൻ നിയമവശങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഇനിയൊരു തിരുത്തൽ ആവശ്യമില്ലാത്ത നിലക്ക്, ഇനിയൊരു വിശദീകരണം ആവശ്യമില്ലാത്ത നിലക്ക് പൂർത്തീകരിക്കപ്പെട്ട വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വിശദീകരണം കേട്ട പ്രവാചകന്റെ സ്വഹാബിമാർ, അവരാണ് ഈ സമൂഹത്തിലെ ഉത്കൃഷ്ടരായ ആളുകൾ. അതോടൊപ്പം തന്നെ അവർ ഏതൊരാശയത്തിൽ ജീവിച്ചുവോ ആ ആശയത്തിൽ, ആ നന്മയിൽ, ആ സുഹൃതത്തിൽ അവരെ പിൻപറ്റുന്നവരുമാണ് ഉത്കൃഷ്ടർ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 100-ാമത്തെ ആയത്ത് അല്ലാഹു അത് വിശദീകരിച്ചു തന്നു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്
വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഈ ആശയത്തിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകൾ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റിയ പിൻഗാമികളായ ആളുകളും, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. അവിടെയാണ് അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റ്, ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾ, ആ ആളുകളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവരാണ് മാർഗദർശനം സ്വീകരിച്ച ആളുകൾ. മാത്രമല്ല ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജൂത ക്രൈസ്തവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 137-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ജൂതന്മാരോടും ക്രൈസ്തവരോടും പറയുകയാണ്, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, ഫഇൻ ആമനൂ, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ജൂതന്മാരോടും ക്രൈസ്തവരോടും അല്ലാഹു പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോട്, പ്രവാചകന്റെ സ്വഹാബിവര്യന്മാരെ ചൂണ്ടിയിട്ട് അല്ലാഹു പറയുന്നു, ഓ ജൂതരെ, ക്രൈസ്തവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ സ്വഹാബത്ത് വിശ്വസിച്ച പ്രകാരം നിങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം പ്രാപിക്കുമായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതേ ലോകത്തിന്റെ അന്ത്യം വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരാശിക്കും മാർഗദർശനമായ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എങ്ങനെയാണ് മോനെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന്, എങ്ങനെയാണ് നീ അത് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് എന്ന് അറിയണോ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത് പ്രവാചകന്റെ സ്വഹാബിവര്യന്മാരെ കണ്ടുപഠിച്ചതുപോലെ, മനസ്സിലാക്കിയതുപോലെ, ജീവിതത്തിൽ പകർത്തിയതുപോലെ, അങ്ങനെ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം അംഗീകരിച്ച് ജീവിക്കുന്നവരായി തീരുക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തിനെ തള്ളിയിട്ടൊരു ജീവിതം ആര് ശ്രമിച്ചുവോ, ആര് ആഗ്രഹിച്ചുവോ, അവർ പിഴച്ചുപോയത് തന്നെ. ഈ വാചകത്തിന് തൊട്ട് ശേഷം പറയുകയാണ്, ഇനി അവർ തിരിഞ്ഞു പോവുകയാണെങ്കിൽ, പ്രവാചകന്റെ സ്വഹാബിമാരെ അംഗീകരിക്കാതെ അവർ വിശ്വസിച്ചതും ആചരിച്ചതും ജീവിതത്തിൽ പകർത്തിയതുമായ കാര്യങ്ങൾ അങ്ങനെ അംഗീകരിക്കാതെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ, തീർച്ചയായും അവർ ഭിന്നമായ ചേരികളിലായിരിക്കും, അവർ അഭിപ്രായ അനൈക്യത്തിലായിരിക്കും, അഭിപ്രായ ഭിന്നതയിൽ കക്ഷികളിലായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം മനസ്സിലാക്കേണ്ടത്, സ്വഹാബത്ത് എന്നറിയപ്പെടുന്ന പ്രവാചകന്റെ അനുയായികൾ അവരെങ്ങനെയാണോ അത് മനസ്സിലാക്കിയത് അതുപോലെയാണ് മനസ്സിലാക്കേണ്ടത്.
സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തതാണ് ഇന്ന് കേരളക്കരയിൽ നിലനിൽക്കുന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. ഇത് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും മുജാഹിദുകളാണ് സ്വഹാബത്തിനെ തള്ളിയവരെന്ന. മുജാഹിദുകൾ സ്വഹാബത്തിനെ തള്ളിയവരാണ്, അവർ സ്വഹാബത്തിനെ അംഗീകരിക്കാത്തവരാണ് എന്നാണ്. നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ. കേരളക്കരയിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴയ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞു. അദ്ദേഹം ഇവിടുത്തെ നേരത്തെ ഇവിടെ ആമുഖ ഭാഷ സൂചിപ്പിച്ച ആൾ പറഞ്ഞു ഇതൊരു പുതിയ മതമാണ്, ഇതൊരു പുതിയ മതമാണ്. ഏത്? മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ പരിശോധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ഇത് പഴയ മതമാണ്. കാരണം ഈ മതത്തിന് അഥവാ മുജാഹിദ് പ്രസ്ഥാനം എന്നതൊരു പഴയ മതമാണ്. അതിന്റെ പേര് ഇസ്ലാം എന്നാണ്. അതേസമയത്ത് പുതിയതാണെന്ന് പറയുന്ന ആളുകൾ സമസ്ത മതമാണ്. ആ സമസ്ത മതം പുതിയതാണ്. 85 വർഷമേ അതിനായിട്ടുള്ളൂ. 85ാമത്തെ വാർഷികം ആഘോഷിക്കുവാൻ പോസ്റ്ററുകളും ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉയർത്തി കമാനങ്ങൾ ഉയർത്തി കാത്തിരിക്കുന്നു. കേരളത്തിലെ പഴയവരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ സമ്മേളന നഗരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് 85ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ആളുകൾ പറയുന്നു ഞങ്ങൾ പഴയത് 85 വർഷത്തേക്കാൾ കൂടുതൽ പഴക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനം പുതിയതും. നിങ്ങൾ അവിടെ നിന്നാണ് കണക്ക് പഠിച്ചത്. 85 പഴയതും 87 89 ഒക്കെ പറഞ്ഞാൽ അത് പുതിയതും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയം പറഞ്ഞ് അവസാനിക്കുമ്പോഴേക്ക് നിങ്ങൾക്കറിയാൻ കഴിയും ആരാണ് പുതിയത്, ആരാണ് പഴയത്. അതവിടെ ടൈറ്റിലായി നിൽക്കട്ടെ. മുജാഹിദ് ഒരു പുതിയ മതമാണ് എന്നതും അതിന്റെ ആശയങ്ങൾ പുതിയതാണ്, അതിന്റെ ആചാരങ്ങൾ, അതിന്റെ അനുഷ്ഠാനങ്ങൾ, അതിന്റെ മറ്റ് വിഷയങ്ങളൊക്കെ പുതിയതാണോ പഴയതാണോ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകന്റെ സ്വഹാബിവര്യന്മാർ ജീവിതത്തിൽ പകർത്തിയ ഒരു ആശയമുണ്ടായിരുന്നു. പ്രവാചകന്റെ സ്വഹാബിമാർ ജീവിതത്തിൽ പകർത്തിയ ഒരു ആദർശമുണ്ടായിരുന്നു. ആ ആദർശത്തിൽ നിന്ന് മുസ്ലിം സമുദായം വ്യതിചലിച്ചു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കറിയുമല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമുമായി കടന്നു വരുന്ന സമയം ആ പ്രദേശത്തെ ജനങ്ങളുടെ അവസ്ഥ, അവരുടെ വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും അവസ്ഥ എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് അറിയാവുന്ന സംഗതിയാണ്. പക്ഷേ ആ വിഷയം അറിഞ്ഞുകൊണ്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു വാചകം ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആ അജ്ഞാന കാലഘട്ടത്തെക്കുറിച്ചൊരു സൂചന നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, അതേ ആ ജാഹിലിയ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകതയെക്കുറിച്ചും പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രത്യേകതയെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാകുന്നതല്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുന്നു ഇന്നമാ തൻഖുദുൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ഇന്നമാ തൻഖുദുൽ ഇസ്ലാമി ഉർവതൻ ഉർവ, തീർച്ചയായും ഇസ്ലാമിന്റെ പിരികൾ അഴികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകുന്നതാണ്. ഇസ്ലാമിന്റെ അഴികൾ, അതിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകുന്നതാണ്. ഇതാണ് ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. അജ്ഞാന കാലഘട്ടത്തെക്കുറിച്ച് അറിയാത്തൊരുവൻ, അജ്ഞാന കാലഘട്ടം എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ഒരുവൻ ഇസ്ലാമിൽ കടന്നു വന്നാൽ, ഇസ്ലാമിൽ അവൻ വളർന്നാൽ, ഇസ്ലാമിന്റെ പിരികളും വഴികളും ഒന്നൊന്നായി അഴിഞ്ഞു പോകുമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആ സമുദായത്തിന്റെ അപജയം എന്താണെന്നും ആ സമുദായത്തിന്റെ അവസ്ഥ എന്താണെന്നും മനസ്സിലാക്കാതെ പരിശുദ്ധ ഇസ്ലാമിനെ നോക്കിക്കണ്ടാൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ തനിമ മനസ്സിലാകുന്നതേയല്ല.
എന്തേ മുജാഹിദ് ഒരു പുതിയ മതമാണെന്ന് പറയാൻ ഇവർ കൊണ്ടുവന്ന ആശയം, മുജാഹിദികൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥന പാടുള്ളൂ, റബ്ബിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന വിഷയം പറഞ്ഞപ്പോൾ ഇതൊരു പുതിയ മതമാണെന്ന് മാത്രമല്ല, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ ആശയമാണെന്ന് വരെ എഴുതി വെച്ച പ്രസ്ഥാനമാണ് ഈ കേരളക്കരയിൽ നിലനിന്നുകൊണ്ട് മുജാഹിദുകളെ ചീത്ത വിളിക്കുന്നത്. അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകത്തെ, അല്ലാഹുവിന്റെ കൽപ്പനയെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ആദർശത്തെ ഇബ്ലീസിന്റെ ആശയമാണെന്ന് പറഞ്ഞ് തരണ്ടായ ആളുകളാണ്. അതേ ഖുർആൻ പറയുകയാണ്, ലഹു ദഅവത്തുൽ ഹഖ്, ലഹു ദഅവത്തുൽ ഹഖ്, അവനാകുന്നു യഥാർത്ഥ പ്രാർത്ഥന അവന് മാത്രമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. മാത്രമല്ല, പ്രവാചകന്മാർ പറഞ്ഞത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതാ പ്രവാചകൻ പറയുന്നു, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ കേട്ടോ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ കേട്ടോ. എത്ര ശക്തമായ പ്രഖ്യാപനമാണ്! ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെ, അക്കാലഘട്ടത്തിലെ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ബഹുദൈവ വിശ്വാസത്തിന്റെ മൂലക്കല്ലുകളായ ദൈവങ്ങളെ ചൂണ്ടിയിട്ടവർ പറഞ്ഞു, ഈ ദൈവങ്ങളെ നിങ്ങൾ ആക്ഷേപിച്ചു പോയാൽ, അതിനുള്ള ആരാധനയിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയാൽ നിങ്ങൾക്ക് വമ്പിച്ച നാശം വരുമെന്ന് ഭയപ്പെടുത്തിയപ്പോൾ അതാ പ്രവാചകന്മാർ ചോദിക്കുകയാണ്, നിങ്ങളെ പേടിക്കുകയാണോ? ഈ ഒന്നിനും കഴിവില്ലാത്ത, ഒരു കാര്യത്തിനും കൊള്ളാത്ത ഈ വസ്തുക്കളെ കുറിച്ച് നിങ്ങൾ ഞങ്ങളെ പേടിക്കുകയാണോ? ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ ഭയക്കുന്നത് പ്രപഞ്ചനാഥനായ റബ്ബിനെ മാത്രമാണ്. ആ റബ്ബിനെ മാത്രമാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഏറെയെങ്കിലും വസ്തുക്കളെ കാണിച്ചുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല എന്ന് പ്രവാചകന്മാർ ശക്തിയുക്തം പറഞ്ഞുകൊണ്ട് അതാ ബഹുദൈവ വിശ്വാസികളുടെ മുഴുവൻ ഓലപ്പാമ്പുകളെയും തട്ടിത്തകർക്കുകയാണ്. ഇതേ പ്രവാചകന്മാരെ പഠിപ്പിച്ച ആശയം, പ്രവാചകന്മാർ മുന്നോട്ട് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആശയം, ആ ആശയത്തെയാണ് ഇക്കാലഘട്ടത്തിൽ ആളുകൾ പറയുന്നു അത് ഇബ്ലീസിന്റെ തന്ത്രമാണ്, അത് ഇബ്ലീസിന്റെ ആശയമാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന സമയത്ത് നിങ്ങൾക്കറിയുമല്ലോ, മക്കയിൽ ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഞാനൊരൊറ്റ സംഭവം മാത്രം ആ വിഷയത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമുദായം അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരാണ് എന്നതിൽ സംശയമില്ലല്ലോ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരാണ്. പക്ഷേ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന വസ്തുക്കൾക്കൊന്നിനും തന്നെ അവർ അല്ലാഹ് എന്ന പേര് കേട്ടില്ലല്ലോ. ഒരൊറ്റ വസ്തുവിനും അവർ റബ്ബെന്ന് വിളിച്ചില്ലല്ലോ. നിങ്ങൾ കേൾക്കല്ലേ, മക്കയിലെ കഅബാലയത്തിന്റെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ 300 ചില്ലുവാനം വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങൾക്ക് ഒന്നിനും റബ്ബ് എന്ന പേരില്ല, ഒന്നിനും അല്ലാഹ് എന്ന പേരില്ലല്ലോ. എല്ലാത്തിന്റെയും പേരുകൾ നമുക്കറിയാം. ലാത്തയെന്നും ഉസ്സയെന്നും മനാത്തയെന്നും ബദ്ദിയെന്നും സുവാഇയെന്നും യഹൂദിയെന്നും യഊഖിയെന്നും നസ്റെന്നും ഇബ്രാഹിമെന്നും ഇസ്മാഈലെന്നും ഇങ്ങനെ മനുഷ്യന്റെ പേരുകളാണ് എഴുതപ്പെട്ടിരുന്നത്, വിളിക്കപ്പെട്ടിരുന്നത്. സ്രഷ്ടാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി എക്കാലഘട്ടത്തിലെയും ജനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലാഹ് എന്ന നാമം അവരൊരു വിഗ്രഹത്തിന് ഉപയോഗിച്ചിരുന്നില്ല. അതല്ലേ നിങ്ങൾക്ക് കാണാം, അബ്രഹാം കൂട്ടരും കഅബാലയം പൊളിക്കാൻ വന്ന സമയത്ത് അതാ കഅബാലയത്തിന്റെ സംരക്ഷകനായിരുന്ന അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാചകമുണ്ട്, യാ റബ്ബി ലാ റജൂല റബ്ബേ, ഞാൻ നിന്നെയല്ലാതെ
വേറെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല നാഥാ. ഇത് അബ്ദുൽ മുത്തലിബിന്റെ വർത്തമാനമാണ്. ആധുനിക ലോകത്തെ സത്താഭിമാരാണെങ്കിൽ അവരവിടെയും റബ്ബിനെ വിളിക്കുന്ന സ്വഭാവം ഉണ്ടാകുന്നതേ അല്ല. അതാ അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, അബ്രഹത്തിന്റെ ആനപ്പടയോട് പിടിച്ചു നിൽക്കാനുള്ള കേൾപ്പ്, കായികക്ഷമത, ആയോധനമുറ അത് തങ്ങൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ അതാ അബ്ദുൽ മുത്തലിബിന്റെ വർത്തമാനം അദ്ദേഹം പറയുന്നു, യാ റബ്ബി ലാ അർജൂ ലഹും സിവാക, റബ്ബേ നിന്നെയല്ലാതെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് നീയാണ് സംരക്ഷിക്കേണ്ടത് റബ്ബേ. ഇന്ന അദുവൽ ബൈതി മൻ ആദാക, ഈ വീടിന്റെ ശത്രുവാരാണോ അത് നിന്റെയും ശത്രുവാണ് റബ്ബേ. കഅബാലയത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ടുള്ള വർത്തമാനമാണ് റബ്ബേ. ഈ കഅബാലയമാകുന്ന നിന്റെ വീടിന്റെ ശത്രു അത് നിന്റെയും ശത്രുവാണല്ലോ റബ്ബേ. അതുകൊണ്ട് നിന്റെ ഈ ഗ്രാമം തച്ചുതകർത്ത് തരിപ്പണമാക്കുന്നതിൽ നിന്ന് അവരെ നീ തടയണേ റബ്ബേ. അബ്ദുൽ മുത്തലിബ് അല്ലേ മോനെ ഈ പ്രാർത്ഥിച്ചത്? ഈ വർത്തമാനം പറഞ്ഞ അബ്ദുൽ മുത്തലിബ് അല്ലേ? അയാൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നവനാണോ? അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം കഅബാലയത്തിന്റെ ഉള്ളിലിരിക്കുന്ന വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളല്ലേ. പക്ഷേ അദ്ദേഹം പറയുന്ന വാചകം അതേ വലിയ ഒരു ശത്രു സൈന്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലാതെ വന്നാൽ അവരതാ വിളിക്കുന്നു, റബ്ബിനെ വിളിക്കുന്നു എന്ന് പോയിട്ടുണ്ട്. രണ്ടാമത്തത് ഈ റബ്ബ് എന്ന പ്രയോഗം കഅബാലയത്തിന്റെ ഉള്ളിലിരുന്ന വിഗ്രഹത്തിന്റെ പേരല്ലോ, അതേ ഖുർആൻ പഠിപ്പിച്ച വാചകമാണ്. നിങ്ങൾ ഈ റബ്ബിനെ മാത്രം വിളിച്ചാൽ പോരെ. അബ്ദുൽ മുത്തലിബിന്റെ പ്രാർത്ഥന റബ്ബൊന്ന് സ്വീകരിച്ചു പോയി. അബ്രഹത്തും കൂട്ടരും തച്ചു തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു പോയി. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് എന്താണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ കണ്ടോളിയേ. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത് എന്ന നിലക്ക് റബ്ബദാ ചോദിച്ചു പോയില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയാമോ, ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു, പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പിന്നീട് 7 വർഷമെന്നും 10 വർഷമെന്നും അതാ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മക്കയിലെ ജനങ്ങൾ റബ്ബിനെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. ഒരൊറ്റ വിഗ്രഹങ്ങളെയും പിന്നെ അവർ വിളിച്ചില്ല, റബ്ബിനെ മാത്രമേ അവർ വിളിച്ചിരുന്നുള്ളൂ എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയല്ലേ. അതല്ലേ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങളിൽ കാശുവാങ്ങുന്ന ആളുകളെ റബ്ബിനെ മാത്രം പ്രാർത്ഥിക്കണമെന്ന ആശയമായിരുന്നു റസൂലുള്ള മുന്നോട്ട് വെച്ച ആശയം. ആശയത്തിന് വേണ്ടിയല്ലേ സ്വഹാബത്ത് അടികൊണ്ടത്, ആശയത്തിന് വേണ്ടിയല്ലേ സ്വഹാബത്ത് പ്രയാസം സഹിച്ചത്, ആശയത്തിന് വേണ്ടിയല്ലേ സ്വഹാബത്ത് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നതെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പോ പരിശുദ്ധ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതായിരുന്നു. സഹാബത്ത് അതുകൊണ്ട് തന്നെ അതല്ലേ ഖുർആൻ പറഞ്ഞത്, ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ആ സഹാബത്തെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗ്ഗം ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ,
സ്വന്തം ശരീരത്തിലേക്ക് കുന്തം കുത്തിക്കയറ്റുന്ന സമയത്ത് പോലും അല്ലാഹു അഹദ് വിളിക്കടിയില്ലാത്തയെന്ന് വിളിക്കൂ, ഉസ്സയെന്ന് വിളിക്കൂ, മനാത്തയെന്ന് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് ധീരമായി കീഴൊതുങ്ങിക്കൊടുത്ത മഹതിയായ സുമയ്യ റളിയല്ലാഹു അൻഹാ. ഈ ആധുനിക ലോകത്തെ സസാഫി കൂട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുകയാണ്, ഞാൻ ചിന്തിച്ചു പോവുകയാണ്, അവർ ഈ അടികൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് റബ്ബിനെ മാത്രം വിളിക്കുമെന്ന് സാക്ഷ്യം പിടിച്ചത് കൊണ്ടായിരുന്നു. പക്ഷേ സസാഫികൾ കാണിക്കുന്ന തന്ത്രങ്ങൾ, സമസ്ത മുസ്ലിയാക്കന്മാർ കാണിക്കുന്ന തന്ത്രം അതേ റബ്ബാണെന്ന് കരുതാതിരുന്നാൽ മതി, അല്ലാഹുവിന്റെ വലിയാണെന്ന് കരുതിയാൽ ആരെയും വിളിക്കാവുന്ന പുതിയ മതം, അതേ ഒരു പുതിയ മതത്തിന്റെ അടിസ്ഥാന തത്വമായി ഈ മുസ്ലിയാക്കൾ കടന്നു വരുന്നു. അതേ സമയത്ത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ അവരോട് പറഞ്ഞു, സുമയ്യ അടി നിർത്താം, ഇടി നിർത്താം, എല്ലാ പ്രയാസങ്ങളും നിർത്തി, എല്ലാ രാജകീയതയും നിനക്ക് നൽകാം, പക്ഷേ ലാലയെന്ന് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മഹതിയായ സുമയ്യ ബീവി പറഞ്ഞത് ഇല്ല, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ. അവസാനം അവരെ കുന്തത്തിൽ കുത്തിയിറക്കി ശരീരം പിടച്ച് മരിക്കുമ്പോഴും മഹദി അവരുടെ ചുറ്റുമന്ത്രിച്ചിരുന്നത് അല്ലാഹു അക്ബർ. ഈ ആശയത്തിലെ അല്ലേ ഒരേ മുജാഹിദുകൾ ക്ഷണിച്ചത്, ഈ ആശയമല്ലേ പ്രവാചകന്മാരെ ക്ഷണിച്ചത്, ഈ ആശയമല്ലേ തന്റെ ഖുർആനിൽ പറഞ്ഞത്, ഈ ആശയത്തിലെ അല്ലേ നമ്മൾ ക്ഷണിച്ചത്, ഇതിനെയല്ലേ പുത്തന്നാണെന്ന് വിളിച്ചത്, ഇതിനെയല്ലേ വ്യതിയാനമെന്ന് വിളിച്ചത്, ഇതിനെയല്ലേ തൗഹീദിൽ നിന്നുള്ള തിരിച്ചുപോകാണെന്ന് പ്രഖ്യാപിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വഹാബത്ത് വിശ്വസിച്ച രൂപത്തിലെന്നെ വിശ്വസിച്ചാൽ സന്മാർഗം നിനക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയം. ഇത് പ്രവാചകന്മാർ ഞാൻ ഇങ്ങനെ ആർക്കേണ്ട കാര്യം, പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയം അതാണ്. ഈ ആശയത്തിലേക്കാണ് മുജാഹിദുകൾ ക്ഷണിക്കുന്നത്. മുജാഹിദുകൾ ഒരു പുതിയ ആശയവുമായിട്ട് കടന്നു വന്നു എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചൊരു വാചകമുണ്ട്. മുജാഹിദുകൾ മുജാഹിദുകൾ ആദർശം സ്വീകരിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നാണ്. വല്ലാത്ത കണ്ടുപിടുത്തം, ചരിത്രപരമായ അബദ്ധം ഞാൻ അതിന് പറയാം. ചരിത്രപരമായ അബദ്ധം അതിനെ വിളിക്കാനുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നാണ് ചരിത്രം സ്വീകരിച്ചത് എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു പ്രവാചകനാണോ? ആണോ? ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ മക്കളെ? എന്നെ മുന്നിലിരിക്കുന്ന മുജാഹിദുകാർക്കെങ്കിലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു പ്രവാചകനാണോ? ആണോ? ആ പ്രവാചകനാണോ നിങ്ങൾ വിശ്വസിച്ചത്? അല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയപ്പെടുന്ന ആൾ അതൊരു ചരിത്ര പുരുഷനാണ്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ നിങ്ങളുടെ ആദർശത്തോട് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ബ്രിട്ടീഷ് ചാരനാക്കി ചിത്രീകരിച്ചു. എന്നാൽ അറിയുമോ മക്കളെ നിങ്ങൾക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാണെന്ന്? അത് നിങ്ങളൊന്ന് പഠിക്കണം. ബ്രിട്ടീഷ് ചാരനെന്ന് നിങ്ങൾ മുദ്ര കുത്തിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചാരൻ ബ്രിട്ടീഷ് ചാരനാകണമെങ്കിൽ കുറഞ്ഞത് ബ്രിട്ടീഷുകാരുമായുള്ള നിരന്തരമായ സമ്പർക്കം അയാൾക്കുണ്ടാവേണ്ടതുണ്ടല്ലോ. ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങുന്ന ആളുകളാവണമല്ലോ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ 1997 ഡിസംബർ മാസത്തിലെ സത്യധാര മാസിക റിപ്പോർട്ട് ചെയ്ത ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. കേരളക്കരയിൽ ഞാൻ ബ്രിട്ടീഷ് ചാരനെന്ന് വിളിച്ച് അപമാനിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എഴുതി വെച്ചൊരു വാചകമുണ്ട്, ഖാൻ ബഹദൂർ പദവി വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് നൽകാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഖാൻ ബഹദൂർ പട്ടം വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് നൽകാനാണ് ആര് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത്?
ഇതറിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞവത്രേ, അത് എനിക്കതൊന്നും വേണ്ട, അത് എന്റെ ഇമ്പാർക്കിന് കൊടുത്തുകൊള്ളൂ. ഇമ്പാർക്ക് എന്ന് പറഞ്ഞാൽ തന്റെ സേവകനാണ്, സേവകന് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. മാത്രമല്ല മുല്ലക്കോയ തങ്ങളുണ്ടല്ലോ, അദ്ദേഹം ബ്രിട്ടീഷുകാരെ മലയാളം പഠിപ്പിച്ചു കൊടുത്തു. അയാൾ തിരിച്ച് അദ്ദേഹത്തിന് ഇംഗ്ലീഷും പഠിപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞില്ല, ഇദ്ദേഹം സമസ്തയുടെ സ്ഥാപക നേതാവാണ്. അതുകൊണ്ട് തന്നെ സമസ്തക്കൊരു ബ്രിട്ടീഷ് നയമുണ്ടാകുമല്ലോ, അതുകൊണ്ട് തന്നെ സമസ്തക്കൊരു ബ്രിട്ടീഷായി ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രമേയങ്ങളുടെ കൂട്ടത്തിലൊരു പ്രമേയം കൂടിയുണ്ട്. അതേ സമസ്ത പാസാക്കിയ ധാരാളം പ്രമേയങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രമേയം ഒരു സങ്കടഹർജി ബോധിപ്പിച്ചിട്ടുണ്ട്. അതേതാണ് സങ്കടഹർജി എന്നറിയുമോ? നമ്മുടെ വൈസ്രോയി ഇർവിൻ പ്രഭുവും പത്നിയും കൂടിയിട്ട് ഡൽഹിയിൽ വന്നിറങ്ങിയ സമയത്ത് ഏതോ ആളുകൾ ഭീകരന്മാര് ഏതോ ആളുകൾ ബോംബെറിഞ്ഞു. പക്ഷേ ഭാഗ്യവശാൽ അവർക്കൊന്നും പറ്റാത്തതിൽ ഈ യോഗം വല്ലാത്ത സന്തോഷം രേഖപ്പെടുത്തുന്നു എന്ന് കേരളക്കരയിൽ പ്രമേയം പാസാക്കിയത്, സന്തോഷം പാസാക്കിയത്, അവർക്കെതിരെ ആക്രമണമുണ്ടായതിന്റെ പേരിൽ ദുഃഖം പ്രകടിപ്പിച്ചത് കേരളക്കരയിൽ മുസ്ലിം സംഘടന കൂട്ടത്തിൽ സമസ്ത മാത്രമാണ് കേട്ടോ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ബ്രിട്ടീഷുകാരെന്ന് വിളിക്കുന്നവരെ ആദ്യം നിങ്ങളോട് ആലോചിക്കണം, നിങ്ങളുടെ പൂർവികരുടെ സ്വഭാവം എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുന്നത് പാടില്ലായെന്നും മുസ്ലിയാക്കൾ സമസ്തയിൽ പങ്കെടുക്കുന്ന മുസ്ലിയാക്കന്മാർ മുഴുവനും ബ്രിട്ടീഷ് കക്ഷികളാകണമെന്ന്, അതേ ഗവൺമെന്റ് കക്ഷിക്കാരാകണമെന്ന് എഴുതി പഠിപ്പിച്ചു കൊടുത്തത് സമസ്തക്കാരാണ് കേട്ടോ. അതുകൊണ്ട് ബ്രിട്ടീഷ് നയമൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇനി ഞാൻ നിങ്ങൾക്ക് 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞു തരാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ജനിച്ചത് ഏത് തറവാട്ടിലാണെന്ന് അറിയുമോ? ബ്രിട്ടീഷുകാരെന്ന് വിളിച്ച് ആക്ഷേപിച്ചവരില്ലേ, ബ്രിട്ടീഷുകാരെന്ന് വിളിച്ച് കളിയാക്കിയതില്ലേ, അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, മോനെ നിനക്കറിയുമോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ജനിച്ച ഗോത്രം ഏതാണെന്നറിയുമോ? അതറിയണമെങ്കിൽ നീ കിതാബ് പഠിക്കണം, ഹദീസ് പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ സാലു ഉഹിബ്ബു ബനീ തമീം ബഅദ സലാത്തിൻ സമിഅതുഹുന്ന മിർ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കാര്യങ്ങൾ കേട്ടതിന് ശേഷം എനിക്ക് ബനൂ തമീം ഗോത്രക്കാരോട് വല്ലാത്ത സ്നേഹമായി പോയി. മോനെ ശരിക്ക് ശ്രദ്ധിച്ചോളൂ, ഹംസറിന്റെ ചാരനെന്നും ബ്രിട്ടീഷ് ചാരനെന്നുമൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരുമ്പോൾ നീ പറഞ്ഞു കൊടുത്തോ ഈ വാചകം. അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, 3 കാര്യങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതിന് ശേഷം എനിക്ക് ബനൂ തമീം ഗോത്രക്കാരോട് വലിയ ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അവരാണ് എന്റെ ഉമ്മത്തിൽ ദജ്ജാലിന് ഏറ്റവും പ്രയാസകരമായത്. ആ ഗോത്രക്കാരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആര്? ബനൂ തമീം ഗോത്രക്കാരാണ് എന്റെ ഉമ്മത്തിൽ ദജ്ജാലിന് ഏറ്റവും പ്രയാസകരമായ ആളുകൾ അവരായിരിക്കും കേട്ടോ. ഇനി രണ്ടാമത്തത് എന്താണെന്നറിയുമോ? അതേ ബനൂ തമീം ഗോത്രക്കാരിൽ നിന്ന് ചില ആളുകളെ മുസ്ലിം സൈന്യം ബന്ധനസ്ഥരാക്കി കൊണ്ടുവന്നു. അവരൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല. ആയിഷ ബീവിയുടെ അവർ ബന്ധനസ്ഥരായി കൊണ്ടുവന്നത്. അതാ റസൂലുള്ളാഹി ബീവിയോട് പറയുന്നു, ആയിഷ നീ ഉടൻ
തന്നെ ഇവരെ മോചിപ്പിക്കണം. കാരണം ഇവർ ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽപ്പെട്ടവരാണ്. കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയിഷ, ഓ ആയിഷ ബീവി, നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ബനൂ തമീമിൽ നിന്ന് ബന്ധനസ്ഥരാക്കി കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ ഉടൻ തന്നെ മോചിപ്പിച്ചോളൂ. കാരണം അവർ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്, കാഫിറുകളായ ആളുകളാണ് അവർ. പക്ഷേ റസൂലുള്ളാഹി ആ കുടുംബത്തോടുള്ള ബന്ധമാണ് കേട്ടത്. കഴിഞ്ഞില്ല. മൂന്നാമത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫജാഅത്ത് സദഖാതുഹും, അവരുടെ ഭാഗത്ത് നിന്ന് ബനൂ തമീം ഗോത്രത്തിൽ നിന്ന് സദഖ അഥവാ സകാത്തിന്റെ മുതൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, ഹാദിഹി സദഖാത്തു ഖൗമി, ഇതെന്റെ ആളുകളുടെ സദഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതിന് ശേഷം എനിക്ക് ബനൂ തമീം ഗോത്രക്കാരോട് ഏറ്റവും ഇഷ്ടമായി പോയി എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പോനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹം ഈ തറവാട്ടുകാരനാണ്, മറക്കണ്ട ബ്രിട്ടീഷുകാരനാണെന്ന് പറഞ്ഞ് നീ ആക്ഷേപിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉണ്ടല്ലോ, ഈ ബനൂ തമീം ഗോത്രത്തിൽ ജനിച്ച മഹാനാണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്ക് തലവേദനയായ, അതേ ക്രൈസ്തവർക്കും ജൂതന്മാർക്കും തലവേദനയായ പണ്ഡിതൻ കൂടിയായിരുന്നു കേട്ടോ. എനിക്കഴിഞ്ഞില്ല, ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞു തരാൻ കേട്ടോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരെന്ന് ഖൗമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ വാപ്പയാരെന്ന് നിങ്ങൾക്ക് അറിയുമോ? കാന ആലിമൻ വഖാദിയൻ ഫീ ഉയൈന, അതേ റസൂലുള്ളാഹിന്റെ സ്ഥലമെന്ന് നമ്മൾ പറയുന്ന മക്കയും മദീനയും അടക്കമുള്ള സഊദിയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണല്ലോ ഉയൈന എന്ന് പറയപ്പെടുന്ന സ്ഥലം. അവിടുത്തെ ഖാദിയും പണ്ഡിതനുമായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഉപ്പ കേട്ടോ. ഇനി നിങ്ങൾ ബ്രിട്ടീഷുകാരെന്ന് വിളിച്ച് കളിയാക്കിയ ആള് അറിയുമോ? പരിശുദ്ധ ഖുർആൻ 10ാമത്തെ വയസ്സിൽ തന്നെ ഹൃദയസ്ഥമാക്കിയ മഹാനാണ് കേട്ടോ. 10ാമത്തെ വയസ്സിൽ തന്നെ ഖുർആൻ പഠിച്ച ആളാണ്. ഇനിയും വിശദീകരിച്ചാൽ ധാരാളം പറയാനുണ്ട്. അതിനുവേണ്ടി വേണമെങ്കിൽ നമുക്കിരിക്കാം. അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതെടുത്തു വെച്ചിട്ട്, അതേ പിൽക്കാലത്ത് കടന്നു വന്ന സൂഫി പണ്ഡിതന്മാർ പറഞ്ഞതെടുത്തു വെച്ചിട്ട് നിങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ചീത്ത വിളിക്കണ്ട. മാത്രമല്ല, നിങ്ങൾക്കറിയുമോ, ഇന്നും സൗദിയിൽ ചെന്നാൽ എല്ലാവർക്കും കാണാം കുറെ മുത്തവ്വമാര് നിസ്കരിക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് വഖത്താകുമ്പോൾ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? അത് തുടങ്ങി വെച്ചതാരാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണ് കേട്ടോ. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇനിയും എനിക്ക് ധാരാളം പറയാനുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും പണ്ഡിതന്മാർ ഒരാളെ കുറിച്ച് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, ഒരാളെ കുറിച്ച് ആക്ഷേപിച്ചു പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തെ ചീത്ത വിളിക്കലാണോ? എങ്കിൽ ഞാൻ പറയട്ടെ, ഇമാം ബുഖാരിയല്ലേ അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് മുർജിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇബ്നു ഖുദാമ മസ്ദാരിയുടെ കിതാബ് കത്തിച്ചു കളയണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ 100 കണക്കിന് പണ്ഡിതന്മാര്, നിങ്ങൾ ആദരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട്. തെളിയിക്കാൻ എനിക്ക് 100 കണക്കിനുണ്ട്. നിങ്ങൾ PG ആണെങ്കിൽ അതുപോലെ തന്നെ 10-15ഓളം വർഷം ദർസിലോതി പഠിച്ചിട്ട് തന്നെയാ ഞങ്ങളും ഈ പണിക്ക് ഇറങ്ങിയത് കേട്ടോ. അതുകൊണ്ട് ആചാര്യ വർത്തമാനങ്ങളൊന്നും ഇങ്ങോട്ടെടുക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്ന വിഷയങ്ങൾ പഠിച്ചാൽ ആ ഒരൊറ്റ
ഒരൊറ്റക്കാരൻ കൊണ്ടൊരു പണ്ഡിതനെ ചീത്ത വിളിക്കാമെന്നാണെങ്കിൽ ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതെന്താ സാധനമെന്നറിയുമോ? ഇത് കണ്ടോ, ഇസ്ലാമിക വിശ്വാസകോശമെന്നാണ് ഇതിന്റെ പേര്. ആരാ എഴുതിയത്? MK അബ്ദുൽ ലത്തീഫ് സഖാഫി. അദ്ദേഹം എഴുതിയ ഈ വിജ്ഞാന കോശത്തില് ഇങ്ങോട്ട് നിങ്ങളൊന്ന് തുറന്നാൽ ഇതിന്റെ 163, 164 പേജുകൾ വായിച്ചാൽ ഇവര് വലിയ പൊക്കി പറയുന്ന ഇമാം നവവി ഉണ്ടല്ലോ, ആ ഇമാം നവവിയെ തന്നെ ഇവർ തള്ളിയത് കാണാം. വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹിയുടെ ഉമ്മയും ഉപ്പയും മുഅ്മിനുകളോ കാഫിറുകളോ അവർ സ്വർഗത്തിലോ നരകത്തിലോ, ഈ വിഷയം ചർച്ച ചെയ്തപ്പോ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവർ മുസ്ലിങ്ങളല്ല. നാളെ ഈ നാട്ടിലെ ആളുകളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ മുജാഹിദുകൾ റസൂലുള്ളാഹിന്റെ ഉമ്മയും ഉപ്പയും കാഫിറാക്കിയിട്ട് നൂറ് തല്ലുകയാണെന്ന് ജനങ്ങളുടെ മുന്നിൽ മൈക്ക് കെട്ടി പറയണ്ട. എന്റെ വാദമല്ല ഞാൻ പറയുന്നത്, ഇമാം നവവി പറഞ്ഞുവത്രേ, ഇമാം നവവി പറഞ്ഞുവത്രേ. അതിന് നിങ്ങളെ പണ്ഡിതന്മാർ ഇമാം നവവി എന്താ വിളിച്ചതെന്നറിയുമോ? ഇമാം നവവിയുടെ പ്രസ്തുത പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. അതേ സത്യത്തിന് യോജിക്കാത്ത വർത്തമാനം പറയുന്നവരാണ് ഇമാം നവവി എന്നല്ലേ നിങ്ങൾ എഴുതി വെച്ചത്? അതേ എന്ന അറബി പദത്തിന്റെ അർത്ഥം അതേ അദ്ദേഹം സത്യത്തിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചു പോയി എന്ന് നിങ്ങൾ മലയാളത്തിൽ പോലും നവവിയെ കുറിച്ച് എഴുതി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇമാം നവവിയാണോ നിങ്ങൾ പിൻപറ്റുന്നതെന്ന് ഞാൻ അങ്ങ് ചോദിച്ചാൽ, ഇബ്നു ഹജറിനെ പോലെയുള്ള ആളുകൾ ചീത്ത വിളിച്ച ഇമാം നവവിയാണോ നിങ്ങൾ പിൻപറ്റുന്നതെന്ന് ഞാൻ അങ്ങ് ചോദിച്ചാൽ എന്ത് മറുപടി ഉണ്ട് നിങ്ങൾക്ക് പറയാൻ? മാത്രമല്ല, നിങ്ങൾക്കറിയുമോ ഇബ്നു ഹജർ പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ ഫത്വാവൽ കുബറയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിയെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിലെ സൂഫി പണ്ഡിതന്മാര് പറഞ്ഞ വാചകം എടുത്തുദ്ധരിച്ചിട്ട് അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളുടെ കയ്യിൽ കിതാബുണ്ടെങ്കിൽ ഒന്ന് മറിച്ചു നോക്കിക്കോ, ജനങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്നു, ഇല്ലെങ്കിൽ ഞാൻ റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്ന് ഒരു പണ്ഡിതനെ കുറിച്ച് ചീത്ത വിളിച്ചതിന് ശേഷം സ്വന്തം തെറ്റാണെങ്കിൽ റബ്ബ് പൊറുക്കട്ടെ എന്ന് പറഞ്ഞ ആളുകൾ അവർക്ക് സംശയലേശമന്യേ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന തെളിവാണ് ആ വാചകത്തിലുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മാത്രമല്ല ധാരാളം വിഷയങ്ങൾ ഈ വിഷയത്തിൽ തന്നെ പറയാനുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആ പണ്ഡിതനെ കുറിച്ച് ചർച്ച ചെയ്യാൻ? ആ പണ്ഡിതന്റെ കിതാബുകൾ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദർശം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമാണെന്ന് പറയാൻ, അത് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം വലിയ പണ്ഡിതൻ തന്നെയാണ്. പക്ഷെ മുജാഹിദുകൾക്ക് ഒരു കാര്യം കേട്ടോ, അത് നിങ്ങൾ പഠിച്ചോണം. മുജാഹിദുകൾക്ക് ഒരു സംഗതിയുണ്ട്, എത്ര വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞാലും മുജാഹിദുകൾ പറയുന്ന ഒരു വിഷയമുണ്ട്. ആ പറയുന്ന പണ്ഡിതൻ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അതിന്റെ അടിപ്പടയിൽ അതിനനുഗുണമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും, അതേ ഞങ്ങളെ പണ്ഡിതൻ തന്നെയായിരിക്കും. ഇല്ലെങ്കിലോ വലിയ ഹോജയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല. അത് കഴിഞ്ഞ പ്രാവശ്യം ഈ റമദാനിൽ ചർച്ചയ്ക്ക് വന്ന സമയത്തും പറഞ്ഞല്ലോ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നിങ്ങൾ പറയാറുണ്ടല്ലോ, അദ്ദേഹം തന്നെ പറയുന്നു തറാവീഹ് 20 റക്അത്താണ്. ഞങ്ങൾ പറഞ്ഞു നമ്മൾ തള്ളി. എന്ന കാര്യം അദ്ദേഹം പരിശുദ്ധ പ്രവാചകന്റെ ഹദീസിന് അനുകൂലമല്ല പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കുന്നു എന്ന് ഞങ്ങൾ പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പിന്നിൽ കൊണ്ടുപോയി തലകെട്ടി വെച്ചു കൊടുക്കുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്, സലഫി പ്രസ്ഥാനത്തിനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് സ്വഹീഹായ ഹദീസിന് അനുകൂലമായി പറഞ്ഞാൽ അത് സ്വീകരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കൂല. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് അത് അദ്ദേഹം കൊളോണിയലിസത്തിന്റെ നേതാവാണെന്നും മറ്റേതും മറിച്ച് ഞാൻ ചോദിക്കാണ്, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ പള്ളിയിൽ വേണ്ട, പുറത്ത് മൈക്കേട്ടി പ്രസംഗിക്ക്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ
മുഴുവനും ഒന്ന് പറഞ്ഞത് കേൾക്കട്ടെ. അതെങ്ങനെയായിരിക്കണം? പ്രമാണബദ്ധമായി സംസാരിക്കാൻ കഴിയണം. പ്രമാണബദ്ധമായി സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആരെങ്കിലും പറഞ്ഞ മാറോലയെടുത്ത് വർത്തമാനം പറയാനല്ല, മറിച്ച് ഖണ്ഡിതമായി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നു, എനിക്ക് സാധിക്കും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ കുറിച്ച് ഖണ്ഡിതമായി പണ്ഡിതന്മാർ പറഞ്ഞ വിഷയം എടുത്തു വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു വെച്ചുകൊണ്ട്, ആ സംശുദ്ധമായ ചരിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം പരിശുദ്ധ ദീനിനെതിരെ സംസാരിച്ച ആളല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇനി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളാണല്ലോ മുജാഹിദുകൾ. ഇപ്പൊ നിസ്കരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങോട്ടൊക്കെ നടക്കണുണ്ടപ്പോ എനിക്ക് ഇനി ബേജാറായിട്ട് നടക്കണോ? അപ്പോ പിന്നെ മൂപ്പര് വളരെ പ്രധാനപ്പെട്ട പറഞ്ഞൊരു വിഷയം, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളായതുകൊണ്ട് തന്നെ ഇവര് പഴച്ചുപോയിരിക്കാം. അതുകൊണ്ട് എന്താ കാര്യം? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് തന്റെ ഉനിയിൽ പറഞ്ഞിട്ടുണ്ട്, ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു കേട്ടോ നിങ്ങൾ. എന്താ പറഞ്ഞത്? 40 ദിവസം നിസ്കാരമായി പോണത് 40 ദിവസം അമലങ്ങ് ബാത്തിലായി പോകും. ചെങ്ങായി പറയാനൊരു കാര്യമുണ്ട്. ഉനിയത്തു താലിബീൻ എന്ന മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹുടെ കിതാബ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയുടെ ഉനിയത്തു താലിബീൻ എന്ന കിതാബ് ഞാൻ അത് ചോദിക്കാണ്, നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് സാധിക്കുമോ? ഇതല്ലേ ആ കിതാബ്, ഇതല്ലേ ഉനിയത്തു താലിബീൻ എന്ന കിതാബ്. എവിടുന്നാ വായിച്ചത് നിങ്ങൾ എവിടുന്നാ വായിച്ചത്? ഇതിന്റെ 80ാമത്തെ പേജിൽ നിന്ന് അല്ലേ? ഇതിന്റെ 80ാമത്തെ പേജിൽ നിന്നാ വായിച്ചത്. ഞാൻ പറയുന്നു, 80ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞതുപോലത്തെ ഒരു പരാമർശമുണ്ടോ എന്ന് ഞാൻ കണ്ടില്ല. 40 ദിവസത്തെ അമല് ബാത്തിലാകുമെന്നൊന്നും പറഞ്ഞതായി എനിക്കറിയില്ല. ലാ യഖ്ബലുല്ലാഹു സർഫൻ വലാ അദ്ലാ, അയാളുടെ ഫർളും സുന്നത്തും സ്വീകരിക്കില്ല എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ച്? ബിദ്അത്തുകാരെ കുറിച്ച്. അത് തെളിയിക്കണ്ടേ മോനെ, ആരാ ബിദ്അത്തുകാരെന്ന് അല്ലേ? അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഈ പറഞ്ഞ പരാമർശങ്ങൾ മുഴുവനും വന്നു ചേരുന്ന ആർക്കാന്നറിയോ? അതിന്റെ 56, 57 പേജും കൂടെ ഒന്ന് വായിച്ചാൽ മതി, മനസ്സിലാവും. കിതാബ് പറഞ്ഞത് കിതാബ് ഒന്ന് വായിച്ചു നോക്കണം ആദ്യം. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉടനെ വിളിച്ചു പറയാൻ നിൽക്കരുത്. ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഉടനെ അടിച്ചുവിടരുത്. ആദ്യം പഠിക്കണം കിതാബ്. ഉനിയത്തു താലിബീൻ എന്ന കിതാബ് വായിച്ചു നോക്ക്. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് നിങ്ങൾ ആശയത്തിന് വിരുദ്ധമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആശയത്തിന് വിരുദ്ധ. ഇതിന്റെ 56, 57 പേജ് മറിക്കുമോനെ നോക്കതിൽ നിനക്ക് കാണാം. എന്താ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് വിശ്വസിക്കുന്നത് മുജാഹിദുകൾ വിശ്വസിക്കുന്നത് പോലെ? എന്ത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അല്ലാഹ് എവിടെ? നിങ്ങൾ എന്താ പറയാ? മുജാഹിദുകളോട് ചോദിക്കാൻ അല്ലാഹ് എവിടെ മോനെ? മോനെ എവിടെ അല്ലാഹു? അല്ലാഹു അല്ലേ? അല്ലേ? കൈ മേലോട്ട് ഉയർത്തി കാണിക്കും. സമസ്തക്കാരോട് ചോദിച്ചു നോക്ക്, പ്രസംഗിക്കുന്ന മുജാഹിദിനോട് ചോദിച്ചു നോക്ക്, അല്ലാഹ് എവിടെ? ഉസ്താദേ ഇങ്ങനെ തിരിയും, ഇങ്ങനെ തിരിയും. കാരണം എവിടെയെന്ന് പറയാൻ പറ്റൂല. മേലാന്ന് പറഞ്ഞ അള്ളക്ക് മേളോ എന്ന് ചോദിക്കും. അള്ളക്ക് താഴെയില്ല. പിന്നെ എവിടെയോ അള്ളാഹ് ഇങ്ങനെ തിരിയേണ്ടി വരും അല്ലേ? എന്നാലേ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയുടെ വാദം, അദ്ദേഹത്തിന്റെ വിശ്വാസം ഒന്ന് പറ, ജനങ്ങളൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ വെള്ളിയാഴ്ച ഖുത്ബക്ക് മുമ്പ് തറപ്രസംഗം നടത്തുമ്പോൾ ഉനിയത്തു താലിബീന്റെ ഉദ്ധരണി എടുത്തിട്ട് മുജാഹിദികളെ ചീത്ത വിളിച്ചല്ലോ. ഞാൻ പറയുകയാണ്, അതിന്റെ 56, 57 പേജ് മറിച്ചിട്ട് ജനങ്ങൾക്കൊന്ന് തറപ്രസംഗം നടത്തി കൊടുക്കേ. കേട്ടോ അതിലെന്താ ഉള്ളത്? മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളാഹി പഠിപ്പിക്കുകയാണ്. എന്താ? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ വാചകം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, റഹ്മാനായ റബ്ബ് അർശിൽ ഉപവിഷ്ടനാണ്. അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അർത്ഥം സക്കാവിമാര് പറയും അള്ള ഇരുന്നു. എങ്ങനെ ഇരുന്നേ? കാല് കേപ്പോട്ട് താഴ്ത്തിയിട്ടോ മേലോട്ട് വെച്ചിട്ടോ കാല് പൊക്കി വെച്ചിട്ടോ എങ്ങനെ ഇരുന്നത്? മൗലവിമാരിങ്ങൾ പറയും, പൊട്ടന്മാരെ നിങ്ങൾക്ക് ദീനറിയാത്തത് കൊണ്ടാ ചോദിക്കുന്നത്. നിങ്ങൾ ദീന് പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ പോലും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്ദേഹത്തിന്റെ അടുത്തൊരു മനുഷ്യൻ വന്നിരുന്നു. ശരിക്കും ശ്രദ്ധിച്ചോണം. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരു മനുഷ്യൻ വന്നിരുന്നു. എന്നിട്ടതാ അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കുന്നു, ഓ ശൈഖേ, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ,
ഖുർആനിലുണ്ടല്ലോ അല്ലാഹു അർശിൽ ആസനസ്ഥനാണ് എന്ന്. കൈഫസ്തവാ, എങ്ങനെയാണ് ആ ഇസ്തിവാ? ഇന്ന് മുലാമാരി ചോദിക്കണം അതേ ചോദ്യം, എങ്ങനെ ഇസ്തിവാ? അതാ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അത്രയും നേരം നല്ല നിലക്കിരുന്ന ആള് മുഖത്ത് ദേഷ്യം വരാൻ തുടങ്ങി. കയ്യിലിരുന്ന കമ്പിങ്ങനെ നിലത്തുകുത്തി അല്പനേരം ദേഷ്യപ്പെട്ടിരുന്നു. എന്നിട്ട് നേരെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ്? അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത വാചകമാണ് മുഹ്യിദ്ദീൻ ശൈഖ് തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അൽ കൈഫു ഗൈറു മഖൂൽ. ഞാൻ വായിക്കുന്നതിന്റെ 56-ാമത്തെ പേജിൽ നിന്നാണ്, കേട്ടോളൂ. വൽ കൈഫു അൽ കൈഫു ഗൈറു മഖൂൽ, എങ്ങനെ എന്നത് മനസ്സിലാകാത്ത കാര്യമാണ്. വൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ, ഇസ്തിവാ എന്നത് അറിയപ്പെടാത്ത സംഗതിയല്ല. വൽ ഇഖ്റാറു ബിഹി വാജിബുൻ, അത് സമ്മതിക്കൽ നിർബന്ധമാണ്. വൽ ജുഹൂദു ബിഹി കുഫ്ർ, അത് നിഷേധിക്കൽ കുഫ്റുമാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയാണ് പറയുന്നത്. എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ കേട്ടോ. അദ്ദേഹം പറയുന്നു, നഹ്നു നുഅ്മിനു ബി അന്നല്ലാഹ അസ്സ വജല്ല അലൽ അർശി കൈഫ ശാഅ വകമാ ശാഅ. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയുകയാണ്, നഹ്നു നുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ബി അന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അലൽ അർശി, അർശിന്റെ മേലാണ്, കൈഫ ശാഅ വകമാ ശാഅ, എങ്ങനെ അവർ ഉദ്ദേശിച്ചുവോ അവർ ഉദ്ദേശിച്ച പ്രകാരം. അതെങ്ങനെയെന്ന് ചോദിക്കണ്ട, അങ്ങനെ ചോദിച്ചുകൊണ്ട് മുജാഹിദുകൾ തൗഹീദിൽ നിന്ന് പുറത്തുപോയി എന്നും റബ്ബിനേക്ക് പ്രത്യേക സ്ഥാനം കൽപ്പിച്ചു കൊടുത്തവരാണെന്നുമൊക്കെ വിശ്വസിച്ചുകൊണ്ട് പുത്തൻവാദത്തിലേക്ക് കടന്നുപോയി മുജാഹിദുകളെന്ന് പ്രസംഗിക്കുന്ന ഉസ്താദുമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധാരണക്കാരോട് പറയുന്നു, നമ്മുടെ ശൈഖ് തന്നെ ഇവരോടൊന്ന് ചിരിച്ചുപോയാൽ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂലാന്ന് നമ്മളെ ഉസ്താദ്, നമ്മളെ ശൈഖ്, നമ്മളെ കിതാബ് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ജൽപ്പിച്ച കിതാബാ മോനെ ഞാൻ ഈ വായിച്ചത് കേട്ടോ. കുഞ്ഞത്ത് താലിബി കഴിഞ്ഞില്ല. ഇനിയും കേട്ടോളൂ. അദ്ദേഹം പറയുന്ന വാചകം വീണ്ടും കാണാം. അനല്ലാ, അല്ല പറഞ്ഞു, തൗറാത്തിലുണ്ടത്ര. അദ്ദേഹം പറയാണ്, അല്ല പറഞ്ഞു, അനല്ലാ, ഞാൻ അല്ലയാണ്, ഫൗക ഇബാദി, എന്റെ അടിമകളുടെ മുകളിലാണ്, വഅർശി ഫൗക ജമീഇ ഖൽഖി, എന്റെ അർശ് മുഴുവൻ സൃഷ്ടികളുടെയും മേലെയാണ്, വഅന അലാ അർശി, ഞാൻ അർശിന്റെ മേലുമാണ്. ആരാ പറഞ്ഞത്? മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് തന്നെ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് മാത്രമല്ല, ഇനി അല്ല ഇറങ്ങുമോ സംശയം ഉണ്ടല്ലോ നിങ്ങൾക്ക്. അല്ല ഇറങ്ങുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടല്ലോ. അതാ മുഹ്യിദ്ദീൻ ശൈഖ് തന്റെ കുഞ്ഞത്തു താലിബീനിൽ അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് ഇതൊന്നും വിശ്വസിക്കാത്ത ചില പുതിയ കക്ഷികളുണ്ട്. അതേ മുർജിഅക്കാരെ പോലെ, മുഅ്തസിലിയത്തിനെ പോലെ, ജഹ്മിയത്തിനെ പോലെ, റാഫിദിയത്തിനെ പോലെ, ഖദരിയത്തിനെ പോലെ ഇങ്ങനെയുള്ള ചില അവാന്തര കക്ഷികളുണ്ട്. ആ കക്ഷികൾക്കെതിരെയുള്ള വർത്തമാനമാ. ബിദ്അത്തുകാരോട് സംസാരിക്കണ്ട, അവരുമായി ബന്ധം പുലർത്തണ്ട, അവരുമായി കല്യാണം കഴിക്കണ്ട എന്നൊക്കെ ഇമാം മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞത് അത്തരം ആളുകളോടാണ്. ഞാൻ പറയട്ടെ, പള്ളിയിൽ നിന്ന് നിങ്ങൾ വായിച്ച കുഞ്ഞത്തു താലിബീൻ നിങ്ങൾക്ക് തന്നെ എതിരാണ് കേട്ടോ. ഇപ്പൊ എന്താ പറയുന്നറിയോ? മുജാഹിദുകളോട് ചിരിച്ചാൽ 40 സംസ്കാരം പോകുമെന്ന്, കർമ്മം പോകുമെന്ന് മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞാ പറഞ്ഞത്. ഞാൻ പറയാണ്, മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞത് നിങ്ങളോട് തന്നെ ചിരിച്ചാൽ, നിങ്ങളോട് ചിരിച്ചാൽ, ഞങ്ങളാരെങ്കിലും നിങ്ങളോട് ചിരിച്ചു പോയാൽ ഞങ്ങളത് പോയി. മനസ്സിലായോ? പിന്നെ ഞങ്ങളെന്തായിരുന്നു അംഗീകരിക്കാത്തെന്ന് വെച്ചാല്, നമ്മളെന്തുകൊണ്ടായിരുന്നു ചെയ്യാത്തെന്ന് വെച്ചാല്, നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ഹദീസ് ഉണ്ട്, മൻ സല്ല സ്വലാത്തനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട് അല്ലേ. നമ്മുടെ നിസ്കാരം നിസ്കരിക്കുന്ന, നമ്മുടെ ഖിബലയാക്കി പ്രഖ്യാപിക്കുന്ന, നമ്മൾ അർഹത ഭക്ഷിക്കുന്ന ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിൽ പെട്ടവരാണെന്ന് കരുതട്ടെ.
അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ചിരിക്കണത്. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞത് ഞങ്ങളോട് ചിരിക്കണ്ടെന്നല്ല, മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഞങ്ങളോടാ പറഞ്ഞത് നിങ്ങളോട് ചിരിക്കരുത് എന്ന്. കാരണം നിങ്ങൾ അള്ളാഹനെ ചീത്ത വിളിക്കുന്ന ആളുകളാ, നിങ്ങൾ അള്ളാഹുവിന്റെ വിശേഷണം അംഗീകരിക്കാത്തവരാണ്, മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയുടെ വാദം അംഗീകരിക്കാത്തവരാണ്. കണ്ടോ, നിങ്ങൾ ഗുനിയത്തു താലിബീന്റെ 80ാമത്തെ പേജ് വായിച്ചു. ഞാൻ പറയുന്നു 56, 57, 58 പേജ് വായിച്ചാൽ ആ വാചകം നിങ്ങൾക്ക് തന്നെ എതിരാണ്. മനസ്സിലായോ? അതുകൊണ്ട് കിതാബ് വായിക്കുമ്പോൾ സൂക്ഷിക്കണം. മനസ്സിലായോ? മുമ്പൊക്കെ പറയാറുണ്ട് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ആരാ? അവർക്ക് മലയാള പുസ്തകം വായിച്ചിട്ടുള്ള അറിവല്ലേ ഉള്ളൂ, ഞങ്ങൾ കിതാബ് വായിച്ചിട്ടുള്ള അറിവാണ്. ഞാൻ പറയട്ടെ ചങ്ങായി, ഈ കിതാബും പുസ്തകവും എന്നൊക്കെ പറഞ്ഞാൽ 2 ഭാഷയാണ്. PG ഉണ്ടായിട്ട് പോലും അറിയില്ലെങ്കിൽ എന്താ ചെയ്യാ? കിതാബ് പുസ്തകം എന്ന് പറഞ്ഞാൽ ഒന്ന് കിതാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള പുസ്തകം, പുസ്തകം എന്ന് പറഞ്ഞാൽ അതിന്റെ അറബി കിതാബ്. നിങ്ങൾ കിതാബ്, നമ്മൾ പുസ്തകം. അതെ, ഞങ്ങൾ മലയാളികളാണ്, അതുകൊണ്ട് ഞങ്ങൾ പുസ്തകം എന്താ പറയാ. അതേ ഗുനിയത്തു താലിബീൻ എന്ന ഇമാം മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയുടെ പുസ്തകത്തിലാ പറഞ്ഞത്. അതിന്റെ 80ാമത്തെ പേജ് നിങ്ങൾ വായിച്ചു. ഞാൻ വായിക്കട്ടെ, അതിനകത്തൊരു വാചകം കൂടിയുണ്ട് ഞാൻ ആമുഖമായി പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, സുന്നത്ത് മാ സല്ലഹു റസൂലുള്ളാഹ്, സുന്നത്ത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് ശരിയാക്കിയതാണ്. ഇനി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഏകോപിച്ച സംഗതി ഏതാണോ അതിനാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് സഹാബത്തിനെ വേണ്ട, പിന്നെ ആര് മതി? പിൽക്കാലത്ത് വന്ന കുറെ ആളുകളെ മതി എന്നാണ്. കുറെ ആളുകളെ മതി, അറിയണോ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വർത്താനം അതാണ്, നമ്മളെ കുറിച്ച് ബുദ്ധികളാണ് നമ്മൾ, അതുകൊണ്ട് നമ്മളോട് മുണ്ടാൻ പാടില്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മളിങ്ങനെ നടന്നു, നിങ്ങളൊന്നും മുണ്ടിക്കാളി, നിങ്ങളൊന്ന് ചിരിച്ചാളി. നമ്മൾ പറഞ്ഞു ഞങ്ങളോട്, നമ്മുടെ നാട്ടില് ഞാൻ ഖത്തീബായിട്ട് നിൽക്കുന്ന പ്രദേശത്ത് ഒരു സഖാബിയുണ്ട്. ആ സഖാബി പറഞ്ഞു, ഇവരെ കണ്ടാ ചിരിച്ചു പോരുന്നു, മുഖം വീർപ്പിച്ച് നടന്നോണമെന്ന്. ഞാൻ പറയും, ചങ്ങായി കിതാബ് പഠിക്കും, ആദ്യം പ്രവാചകൻ ഹദീസ് പഠിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നറിയോ? പ്രവാചകൻ എന്താ പറയുന്നറിയോ? അത്തബസ്സുമു സദഖാന, അത്തബസ്സുമു സദഖ, പുഞ്ചിരിക്കൽ സദഖയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ചിരിക്കണമെങ്കിൽ ചുരുങ്ങിയ നരമ്പുകൾ പ്രവർത്തിച്ചാൽ മതി, ബലം പിടിക്കണമെങ്കിൽ കുറെ നരമ്പ് പ്രവർത്തിക്കണം. വെറുതെ എന്തിനാ പ്രയാസപ്പെടുന്നത്? ചിരിച്ചൂടി നിങ്ങള്, മനസ്സിലായോ? ബേജാറാവണ്ട, ഒരു അമലും ബാത്തിലാകൂല. ഞങ്ങൾക്ക് ബേജാറാ വിഷയത്തിലില്ല എന്നുണർത്തുകയാണ്. അതുകൊണ്ട് അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും പറയുന്നത് അത്ര ഭൂഷണമല്ല, ഇരിക്കുന്ന സ്ഥാനത്തിനും അത് യോജിച്ചതല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ മുജാഹിദികളല്ല പുത്തൻവാദികൾ, മുജാഹിദികൾ പഴയവാദികളാണ്. പഴയ വാദമാണ് ഞങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഞങ്ങൾ പറയുന്ന ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളെ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ മറച്ചുവെച്ച സംഗതി കൂടിയാണ് ഞങ്ങൾ വെളിച്ചത്തുകൊണ്ടുവരുന്നത്. നിങ്ങൾ മറച്ചു വെച്ചു, നമ്മളത് വെളിച്ചത്ത് കൊണ്ടുവരിക, ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക് മറ്റൊരു വിഷയം, മാലമൂലം ഞാൻ ലാസ്റ്റ് പറയുള്ളൂ. അടുത്ത വിഷയം നിങ്ങൾ നോക്ക്. അടുത്ത വിഷയം എന്താ? ഖുതുബ പരിഭാഷപ്പെടുത്തി കളഞ്ഞോലോ. എന്താ മുജാഹിദികൾ, നിങ്ങൾക്ക് എന്താ ബാങ്ക് മലയാളത്തിലായിക്കൂടെ? നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതാ ഞാൻ പറയണത്. വീണ്ടും ഞാൻ പറയാം, ക്ഷമിക്കണം. PG എന്ന് പറഞ്ഞ വലിയ കാര്യം ഇങ്ങോട്ടാ പറഞ്ഞ ഞാൻ കേട്ടുപോയി, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ടില്ലെങ്കിൽ ഞാൻ പറയില്ല. മനസ്സിലായോ? PG ഉള്ള ആളാണെന്ന് മൂപ്പരിങ്ങ് പറഞ്ഞുപോയി, ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഞാൻ വലിയ ആലിമാണ്. എന്നിട്ടോ വലിയ ആലിമാണെന്ന് പറഞ്ഞ ആൾക്ക് നിസ്കാരവും ഖുതുബയും ബാങ്കും തമ്മിലെ വ്യത്യാസം പോലും അറിയില്ല. മൽ ഫർഖു ബൈനൽ അദാനി വസ്സലാത്തി വൽ ഖുതുബ, എന്താ വ്യത്യാസം എന്ന് പറയും? അറിയില്ല, അതറിയില്ല. നിങ്ങൾക്കറിയണോ ശാഫിഈ മദ്ഹബ് എന്താണെന്ന് ആദ്യം പഠിക്കണം. ഷാഫിഈ മദ്ഹബ്, കേരളത്തിൽ 2 സമസ്ത ഉണ്ടല്ലോ. സമസ്ത കേരളത്തിൽ പ്രസ്ഥാനങ്ങൾ ഗ്രൂപ്പിസമായി പിരിഞ്ഞിട്ടുണ്ടല്ലോ. എന്നാലേ ഷാഫിഈ മദ്ഹബിൽ 2 ഗ്രൂപ്പുകളുണ്ട്, അറിയോ? അത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഷാഫിഈ മദ്ഹബിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. 2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രൂപ്പല്ല, ബമ്പം ഗ്രൂപ്പ്. എങ്ങനെ? പരസ്പരം ചീത്ത വിളിക്കുന്ന ഗ്രൂപ്പ്. അവര് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അവർ പറയുള്ളൂ. നേരെ ഇപ്പത്തെ AP മിക്കയും പോലെ, ഇപ്പോഴത്തെ സമസ്തക്കാരെ പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉൾട്ടേ പറയുള്ളൂ. ഒന്ന് ഖുറാസാനികൾ, മറ്റൊന്ന് ഇറാഖികൾ.